ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോസായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവും. എന്താണെന്ന് പറയാം. നല്ലൊരു ഹെയർ ഓയിലാണ്. നാച്ചുറൽ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനാവശ്യമുള്ളത്. കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ഹെയർ ഓയിലാണ്. കുട്ടികൾക്കും ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും ഉപയോഗിക്കാം. ഇപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചൽ. ചെറിയ കുട്ടികൾക്ക് പോലും മുടി കൊഴിച്ചലുണ്ട്. എല്ലാവർക്കും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഈ ഹെയർ ഓയിൽ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുറച്ച് മസാജും കൊടുത്താൽ നല്ലത്. കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുക. എല്ലാവർക്കും ഓയിലിടാൻ മടിയാണെന്ന് അറിയാം. എനിക്കും ഓയിലിടാൻ മടിയാണ്. ഇനി മുതൽ ഞാനും ഓയിലിട്ട് തുടങ്ങലായി. ഈ ഓയിൽ എൻ്റെ ഫാമിലിയിൽ ഒരാൾ ട്രൈ ചെയ്ത് സക്സസ് ആയതിനു ശേഷം മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനും ഈ ഓയിൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. നല്ലൊരു ഹെയർ ഓയിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഹെയർ ഓയിലിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിൽ വേണ്ടുന്നത് മുരിങ്ങ ഇലയാണ്. ഒരു 2-3 ചെറിയ അല്ലി എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് വെക്കുക. ഫസ്റ്റിൽ വേണ്ടുന്നത് ഇതാണ്. നമ്മുടെ ഹെയറിന് നല്ല വിറ്റാമിൻസ് ആണ്. മുടി വളരാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. ഫസ്റ്റിൽ വേണ്ടുന്നത് മുരിങ്ങയില. സെക്കൻഡ് വേണ്ടത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കരിഞ്ജീരകം. സാധാ ജീരകം എടുത്താൽ പോരാ, കരിഞ്ജീരകം ഒരു 3-4 സ്പൂൺ എടുക്കണം. 4 സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയ സ്പൂണിൽ 4 സ്പൂൺ. അടുത്തത് വേണ്ടുന്നത്, ഇത് നിർബന്ധമായിട്ടും വേണം, ചെറിയ ഉള്ളി. വലിയ ഉള്ളി എടുക്കാൻ പാടില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. ഇതൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക, ചെറിയ ഉള്ളി. പിന്നെ വേണ്ടുന്നത് ഉലുവ ഒരു 4 സ്പൂൺ, ചെറിയ സ്പൂണിൽ 4 സ്പൂൺ എടുക്കുക. പിന്നെ 2-3 അല്ലി കറിവേപ്പില കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. 4 അല്ലി കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തിന്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണം, അങ്ങനെ തയ്യാറാക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് ഹെയറിൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ സാധാ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തിളക്കാൻ നേരത്ത് ഇത് ഓരോ ഐറ്റംസും ഇട്ട് തുടങ്ങുക. എന്നാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓയിൽ ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഓയിൽ ഉണ്ടാക്കിയാൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ആയി ഹെയറിൽ, സ്കാൽപ്പിൽ നല്ലതുപോലെ ഇട്ട് മസാജിങ് കൊടുക്കണം. ഒരു 5-10 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പൂയിലോ അല്ലാതെയോ വാഷ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ജെൻസിനും എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ കിച്ചണിലെ ഉലുവ, പിന്നെ കരിഞ്ജീരകം, ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണോ അതെടുക്കുക, ആൽമണ്ട് ഓയിൽ അങ്ങനെ വേണോ അതെടുക്കുക. ഞാൻ സാധാ വെളിച്ചെണ്ണ എടുത്തത്. പക്ഷെ നമ്മൾ കുറച്ച് ഓയിലിൽ മാത്രമേ അത് ഉണ്ടാക്കണ്ടൂ. ഉണ്ടാക്കിയതിന് ശേഷം, തണുത്തതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ, നല്ല ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിക്കാൻ നോക്കുക. ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏത് ഓയിലാണോ എടുത്തത്, ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തെങ്കിൽ അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ മിക്സ് ആക്കേണ്ടതാണ്. ഞാൻ വെളിച്ചെണ്ണ മിക്സ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടായിട്ടില്ല. ഞാൻ സാധാ ബോട്ടിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. വലിയ ബോട്ടിലാണ്, അതുകൊണ്ട് ഓയിൽ കുറച്ചേ ഉള്ളൂ. എനിക്ക് ഇത്രയും ഓയിലേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഇത്രയും ഓയിൽ ഞാൻ മിക്സ് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ ഞാൻ വീണ്ടും വരും നല്ലൊരു വീഡിയോസായിട്ട്. ഓക്കെ, ബൈ, താങ്ക് യു.